ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഫിഷർ രോഗം വളരെ സിമ്പിളായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു 5 വഴികളെ കുറിച്ചാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. കാരണം ഫിഷർ എന്ന് പറയുമ്പോൾ പലരുടെയും മനസ്സിൽ വളരെയധികം ടെൻഷനാണ്, വളരെയധികം പേടിയാണ്, ടോയ്ലറ്റ് പോകാൻ തന്നെ അവർക്ക് ബുദ്ധിമുട്ടാണ്, വേദനയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് സിമ്പിളായിട്ട് ഈ ഒരു അസുഖത്തെ മാറ്റിയെടുക്കേണ്ട കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇനി വരുന്ന ഒരു മാസം, പ്രത്യേകിച്ച് നോമ്പുകാലാണ്, ചൂടുകാലാണ് വരുന്നത്. ഈ ഒരു സമയത്തൊക്കെ ഫിഷർ രോഗികൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതിനെ മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന 5 ടിപ്സുമാണ് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ ഡോക്ടർ ഷഹല CH, ഡോക്ടർ ബാസിൽ സോമ്യ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. ഫിഷറുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരുപാട് രോഗികൾ എൻ്റെ OPയിൽ വരാറുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ OPയിൽ വരുന്ന ഒരു 80% ഫിഷർ രോഗികളും ഞാൻ കാണാറുള്ളത് ഒരു ഡെലിവറി കഴിഞ്ഞ് അവർക്ക് ഈ ഒരു ബുദ്ധിമുട്ട് തുടങ്ങുന്ന ആളുകളെയാണ്. പ്രത്യേകിച്ച് പ്രഗ്നൻസി സമയത്തൊക്കെ മലബന്ധം വന്നിട്ടുണ്ടാവും, പിന്നെ ഡെലിവറി കഴിഞ്ഞപ്പോൾ ഫിഷറായിട്ട് വന്നു. ഫിഷർ കൂടി ഇപ്പോൾ അതിസഹിക്കാൻ കഴിയാത്ത രീതിക്ക് വേദനയായിട്ട് മാറിയിട്ടുണ്ടാവും. പലപ്പോഴും ഇത്തരം ലേഡീസ് അല്ലെങ്കിൽ സ്ത്രീകളൊക്കെ ഒരു ഡോക്ടറെ പോയി കാണും. അപ്പം മലം ഒന്ന് ലൂസായി പോവാനുള്ള രീതിക്ക് മരുന്നുകൾ കഴിക്കുന്നുണ്ടാവും. മലം ലൂസായി പോകാനുള്ള ലാക്സേറ്റീവ് കഴിക്കുന്ന സമയത്ത് മലം വളരെയധികം ലൂസായിട്ട് പോവുകയും അതുവഴി ഫിഷറിൻ്റെ ബുദ്ധിമുട്ട് കൂടുന്ന ഒരു അവസ്ഥയും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പേഷ്യൻസ് നമ്മുടെ അടുത്ത് വരുന്ന പറയണ്ടാവുക, ഡോക്ടർ മരുന്ന് കഴിച്ചപ്പോൾ ഒന്നും കൂടെ ബുദ്ധിമുട്ട് കൂടിയതായിട്ടാണ് തോന്നുന്നത്. കാരണം ഈ ലാക്സേറ്റീവ് അല്ലെങ്കിൽ മലം പോകാനുള്ള മരുന്നുകൾ കഴിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റ് പോവുകയാണ്, അവിടെ ഉണങ്ങാൻ സമയമില്ല. ആ സമയത്ത് തന്നെ നമുക്ക് നീറ്റലും പുകച്ചിലും കൂടിയതായിട്ടാണ് തോന്നുന്നതെന്ന് പല ആളുകളും പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരം രോഗികളെ എൻ്റെ അടുത്ത് വരുമ്പോഴും പറയുന്ന ഒരു കംപ്ലൈൻ്റ് ആണ്, ഡോക്ടർ ഇതിനെ പൂർണ്ണമായിട്ട് മാറ്റാൻ, പ്രത്യേകിച്ച് സർജറി ഇല്ലാതെ മാറ്റാൻ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുമെന്ന് ചോദിക്കാറുണ്ട്. കാരണം ഈ ഒരു മരുന്ന് ലാക്സേറ്റീവ് ഉപയോഗിച്ചിട്ടും ഇവർക്ക് ബുദ്ധിമുട്ട് കൂടുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് അവരുടെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാവുക സർജറി ആയിരിക്കും. സർജറി എന്ന് കേൾക്കുമ്പോഴേക്ക് നമുക്കറിയാം, ഞാനടക്കം പല സ്ത്രീകൾക്കും പേടിയുള്ള ഒരു കാര്യമാണ് സർജറി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് മലദ്വാരത്തിൻ്റെ ഭാഗത്തൊക്കെ ഒരു സർജറി കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒരുപാട് ഉണ്ടാവും. അപ്പോൾ ആ സർജറി കേട്ട് ടെൻഷൻ അടിച്ച് ഉറക്കമില്ലാതെ ഇതിൻ്റെ ബുദ്ധിമുട്ട് കൂടി വരുന്ന സാഹചര്യങ്ങളും കാണാറുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ എൻ്റെ പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കുന്ന കുറച്ച് ടിപ്സാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. കാരണം ഞാൻ എൻ്റെ പേഷ്യൻസിൻ്റെ ലൈഫിൽ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു ടിപ്സ് കൊണ്ട് അവർക്ക് ഉണ്ടായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇനി അടുത്ത മാസങ്ങളിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇവർ മുന്നേ കാണുന്നുണ്ടാവും. പ്രത്യേകിച്ച് ഫിഷർ രോഗികൾ അവരുടെ മനസ്സിൽ ഒരുപാട് കാലത്തേക്ക് ഒരു ചിന്തിച്ച് കൂട്ടുന്ന കാര്യമാണ്, ഡോക്ടറെ ഇനിയിപ്പോൾ ഈ ഒരു നോമ്പുകാലം വരുമ്പോൾ എങ്ങനെയാണ് വെള്ളം കൂടിയൊക്കെ കുറയുമ്പോൾ ഫിഷറിൻ്റെ ബുദ്ധിമുട്ട് കൂടില്ല, അല്ലെങ്കിൽ ടോയ്ലറ്റ് പോകാൻ തന്നെ പേടിയാവുന്ന, അങ്ങനത്തെ ഒരുപാട് ചിന്തകൾ അവരുടെ മനസ്സിലുണ്ടാവും. അപ്പം അത്തരം ആളുകൾ ടെൻഷൻ അടിക്കാതിരിക്കുക, അല്ലെങ്കിൽ ബേജാറാവാതിരിക്കുക. കൃത്യമായിട്ട് ഞാൻ ഈ പറയുന്ന ഭക്ഷണത്തിൻ്റെ കാര്യവും വെള്ളത്തിൻ്റെ കാര്യമൊക്കെ നിങ്ങൾ ഈ നോമ്പ് കാലത്ത് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ഫിഷർ രോഗം നിങ്ങൾക്ക് ഒരു പരിധി വരെ തടയാൻ പറ്റും. എന്ന് മാത്രമല്ല, നമുക്ക് സർജറിയൊക്കെ ഒഴിവാക്കിക്കൊണ്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. അതുപോലെ തന്നെ മറ്റ് ചില കേസുകളിൽ നമ്മുടെ OPയിൽ വരുന്നത് ലൂസ് മോഷൻ വന്ന ആളുകൾക്ക്, അതായത് ഒരു ഫുഡ് പോയ്സണിങ് വന്നിട്ടുണ്ടാവും ഈ അടുത്ത്, അതിന് ശേഷമാണ് അവർക്ക് ഈ ഫിഷർ വന്നിട്ടുണ്ടാവുക. ഫിഷർ എന്ന് കേൾക്കുമ്പോൾ തന്നെ പലരുടെയും സംശയം, എനിക്ക് ഫിഷർ ആണോ പൈൽസ് ആണോ എന്നുള്ള സംശയം പലരുടെ ആളുകളുടെ മനസ്സിലുണ്ടാവും. കാരണം പല ആളുകളും ഈ ഒരു ടോയ്ലറ്റ് പോകുമ്പോൾ വേദന അനുഭവിക്കുന്ന ആളുകളാണ്. നിരന്തരം നീറ്റലും പുകച്ചിലും അനുഭവപ്പെടുക, ടോയ്ലറ്റ് പോകാൻ തന്നെ പേടി തോന്നുക, ടോയ്ലറ്റ് പോകുന്ന സമയത്ത് അവിടുത്തെ മസിൽസൊക്കെ ഒന്ന് ടൈറ്റ് ആവുന്നത് കാരണം വളരെ ബുദ്ധിമുട്ടിയാണ് മലം പുറത്തേക്ക് പോകുന്നത്. മലത്തിൻ്റെ കൂടെ നീളത്തിൽ ഒരു രക്തത്തിൻ്റെ കറയും കൂടെ കാണാറുണ്ട്. അപ്പോൾ ഈ ഒരു ലക്ഷണങ്ങളൊക്കെ കാണുമ്പോൾ പലരും അത് പൈൽസ് ആണോ എന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. പൈൽസും ഫിഷറും വ്യക്തമായിട്ട് നിങ്ങൾ തിരിച്ചറിയണം. കാരണം ഫിഷർ എന്ന് പറയുന്നത് നമ്മുടെ മലദ്വാരത്തിൻ്റെ ഉള്ളിലൂടെ മലം ടൈറ്റായി പോകുമ്പോൾ വരുന്ന ഒരു പൊട്ടലാണ് ഈ ഫിഷർ എന്ന് പറയുന്നത്. നമ്മളെ മലദ്വാരം ഇതുപോലെ നമ്മുടെ ഈ ഒരു വിരലിൻ്റെ റൗണ്ടിൽ ചെറിയൊരു ഹോളാണ് മലദ്വാരം എന്ന് പറയുന്നത്. അതിലൂടെ നോർമലി നമ്മുടെ മലം പോകുമ്പോൾ ഇതൊന്ന് റിലാക്സ് ചെയ്യും. ഈ റിലാക്സ് ചെയ്യുമ്പോൾ നോർമലി ഒരു പ്രശ്നമില്ലാതെ മലം പോകും. പക്ഷെ എപ്പോഴാണോ നമുക്ക് ചെറുതായിട്ടൊരു പൊട്ടൽ വരിക, അതായത് മലം ടൈറ്റായി പോകുന്ന സമയത്ത് ഇത് വികസിക്കില്ല. ഇത് വികസിക്കാത്ത സമയത്ത് ഇവിടെ ചെറിയ ചെറിയ പൊട്ടലുകൾ സൈഡിൽ വരും. അത് കാരണം ഭയങ്കരമായിട്ടുള്ള നീറ്റലും പുകച്ചിലുമാണ് ഇത്തരം പേഷ്യൻസിന് അനുഭവപ്പെടാറുള്ളത്.
ആ വേദന അനുഭവിച്ചവർക്കേ അതിന്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. പല ആളുകളും പറയാറുള്ള ഒരു കാര്യമാണിത്. പ്രത്യേകിച്ച് സ്വർഗവും നരകമൊക്കെ ഒരുമിച്ച് കാണുന്ന ഒരു ഫീലിംഗ് ആണെന്ന് പല രോഗികളും പറയാറുണ്ട്. അപ്പൊ ഇത്രയും വേദനയേറിയ ഒരു കണ്ടീഷൻ നമ്മൾ പല കേസിലും നിരന്തരം കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു രോഗം പൈൽസിനേക്കാളും ഫിസ്റ്റുലേക്കാളൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഒരാൾക്കൊരു ദൈനംദിന പ്രവൃത്തികൾ ചെയ്യാൻ കഴിയാറില്ല, അല്ലെങ്കിൽ അവർക്ക് ജോലിക്ക് കൃത്യമായിട്ട് പോകാൻ കഴിയാറില്ല എന്നിങ്ങനെ ഒരു നമ്മുടെ ജീവിതത്തിന്റെ താളം തന്നെ തെറ്റിക്കുന്ന ഒരു രോഗാവസ്ഥയാണ് ഈ ഫിഷർ രോഗം. അപ്പൊ ഈ ഫിഷർ രോഗം വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങളാണ്. അതായത് മലബന്ധം തന്നെയാണ്. മലബന്ധം വഴിയാണ് നമുക്ക് മെജോറിറ്റി കേസിൽ നമുക്ക് ഈ ഫിഷർ രോഗം വരുന്നത്. അപ്പൊ മലം ക്ലിയർ ആയിട്ട് പോകാനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ശരീരത്തിന് ഒരുക്കി കൊടുക്കുക. അതായത് നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ലൈഫ് സ്റ്റൈല് കാരണമാണ് പലരിലും മലബന്ധം ഇന്ന് കണ്ടുവരുന്നത്. കൃത്യമായിട്ട് സമയത്ത് ഉറങ്ങാതിരിക്കുന്ന ആളുകള്, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള സമയത്ത് ഭക്ഷണം കഴിക്കാത്ത ആളുകള്, വെള്ളം കൂടി വളരെ കുറയുന്ന ആളുകള്, ഇരുന്ന് ജോലി കൂടുതലായിട്ട് ചെയ്യുന്ന ആളുകൾക്കൊക്കെയാണ് കൂടുതലായിട്ട് ഈ ഒരു ഫിഷർ രോഗം കണ്ടുവരുന്നത്. ചില കേസുകളിൽ പാരമ്പര്യമായിട്ട് കണ്ടുവരുന്നുണ്ട്. പാരമ്പര്യമായിട്ട് പൈൽസും ഫിഷറൊക്കെ ഒരുപാട് ആളുകളിൽ കണ്ടുവരുന്നുണ്ട്. പാരമ്പര്യം ഒരു ഘടകം തന്നെയാണ്, പക്ഷെ അതിനോടൊപ്പം നമ്മൾ കൂടാതിരിക്കാനുള്ള കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം നമ്മൾ പറഞ്ഞ ഈ ഉറക്കക്കുറവ്, സമയത്ത് ഉറങ്ങാതിരിക്കുക. വളരെ വൈകിട്ടാണ് ചില ആളുകൾക്ക് ഉറങ്ങാറുള്ളത്, എന്നിട്ട് നേരത്തെ എണീക്കൂല, വളരെ വൈകിട്ടാണ് എണീക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ കൃത്യമായിട്ടൊരു ചിട്ടയോടുകൂടിയുള്ള ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് കൊണ്ടുപോകാത്ത ആളുകളിലൊക്കെയാണ് കൂടുതലായിട്ട് ഈ ഒരു ഫിഷർ രോഗം കണ്ടുവരുന്നത്. അപ്പൊ ഇത്തരം ആളുകളെ ശ്രദ്ധിക്കേണ്ടത്, ഏറ്റവും ആദ്യം നിങ്ങൾ കറക്റ്റ് സമയത്ത് ഉറങ്ങാൻ ശ്രദ്ധിക്കുക. ഒരു 10 മണി 10:30 ആകുമ്പോൾ തന്നെ നിങ്ങൾ കിടക്കാൻ ശ്രദ്ധിക്കുക. ഒരു 5:30 6 മണി ആകുമ്പോൾ രാവിലെ എണീക്കാനും കൂടെ ശ്രദ്ധിക്കുക. രാവിലെ കറക്റ്റ് സമയത്ത് എണീറ്റാൽ മാത്രമേ നമുക്ക് ആ ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുകയും അതുപോലെ ടോയ്ലറ്റിൽ പോകുന്നതൊക്കെ ഒരു റെഗുലറായിട്ട് വരാനുള്ള ഒരു ചാൻസ് ഉണ്ടാവുക ഇത്തരം കൃത്യമായിട്ട് ഉറക്കം കിട്ടുന്ന ആളുകളിൽ മാത്രമാണ്. നമ്മൾ വളരെ വൈകി ഉറങ്ങി വളരെ വൈകി എണീക്കുന്ന ആളുകളിലൊന്നും ഒരിക്കലും രാവിലെ മോഷൻ പോകാനുള്ള ചാൻസ് വളരെ കുറവാണ്. മലബന്ധം കൂടാനുള്ള ചാൻസ് കുറവാണ്. അപ്പം അത്തരം ആളുകൾ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലാണ് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. സമയത്ത് ഉറങ്ങാൻ ശ്രദ്ധിക്കുക, സമയത്ത് എണീക്കുക. രാവിലെ എണീറ്റ ഉടനെ കോഫി ചായ കുടിക്കുന്നത് പകരം നിങ്ങൾ 2 ഗ്ലാസ് ചുടുവെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. ആ ചുടുവെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റം ഒന്നും കൂടെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാനും മോഷൻ ക്ലിയർ ആയിട്ട് താഴേക്ക് പോകാനും അത് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. പലപ്പോഴും നമ്മൾ ചായയും കാപ്പിയും ആയിരിക്കും രാവിലെ എണീറ്റ ഉടനെ കഴിക്കാറുള്ളത്. അത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. വെള്ളം കൃത്യസമയത്ത് കുടിക്കുക. നമ്മൾ പലപ്പോഴും മറക്കുന്ന ഒരു കാര്യമാണ് വെള്ളക്കുപ്പി കൊണ്ട് നടക്കാൻ. ഒരു കുപ്പി എപ്പോഴും, വെള്ളത്തിൻ്റെ വാട്ടർ ബോട്ടിൽ എപ്പോഴും കയ്യിൽ കൊണ്ട് നടക്കുക. അതുണ്ടെങ്കിലേ നമ്മൾ അതിൽ നിന്ന് എടുത്ത് മണിക്കൂർ ഇടവിട്ടൊക്കെ കുടിക്കാൻ ശ്രദ്ധിക്കുകയുള്ളൂ. നമ്മൾ പലപ്പോഴും നമ്മൾ AC-യിലായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ വളരെ തണുത്ത സമയത്തൊക്കെ നമ്മൾ വെള്ളം കുടിക്കാൻ പലപ്പോഴും മറക്കാറുണ്ട്. അപ്പം അതിന് പകരമായിട്ട് നമ്മൾ എപ്പോഴും ഒരു വാട്ടർ ബോട്ടിൽ കയ്യിൽ കൊണ്ട് നടക്കുക. നമ്മൾ വിശക്കുന്ന സമയത്ത് പോലും നമ്മൾ ആദ്യം ഒരു 2 ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ. പ്രത്യേകിച്ച് ഉച്ചനേരത്തൊക്കെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അരമണിക്കൂർ മുമ്പ് വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഇടനേരങ്ങളിൽ നമുക്കറിയാം, ഒരു 11 മണി അല്ലെങ്കിൽ 3 മണി സമയത്തൊക്കെ നമുക്ക് ഒന്നും കൂടെ ഇടനേരങ്ങളിൽ വിശക്കുന്ന സമയമാണ്. ആ സമയത്ത് നമ്മൾ കൂടുതലായിട്ട് സ്നാക്സോ ജങ്ക് ഫുഡൊക്കെ കഴിക്കുന്നതിന് പകരം വെള്ളം അല്ലെങ്കിൽ പാനീയങ്ങൾ ആയിട്ടുള്ള രൂപത്തിലുള്ള കാര്യങ്ങൾ കഴിക്കാവുന്നതാണ്. ഇതോടൊപ്പം നമുക്ക് പ്രോബയോട്ടിക്സ് അടങ്ങിയിട്ടുള്ള മോരുവെള്ളം, അധികം പുളിയില്ലാത്ത മോരുവെള്ളം അല്ലെങ്കിൽ ലസ്സി പോലെയുള്ള പാനീയങ്ങൾ, അധികം മധുരം ചേർക്കാത്ത വെള്ളങ്ങൾ, പാനീയങ്ങളൊക്കെ, ജ്യൂസുകൾ നമുക്ക് കുടിക്കാം. പഞ്ചസാര കുറച്ചുകൊണ്ടുള്ള ഫ്രഷ് ജ്യൂസുകളാണ് ഒന്നും കൂടെ നല്ലത്. അതിലേറെ നല്ലത്, നിങ്ങൾക്ക് ജ്യൂസിലേറെ നല്ലത് നമുക്ക് ഫ്രഷ് ഫ്രൂട്ട്സ് ആയിട്ട് കഴിക്കാൻ പറ്റുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. വാട്ടർ കണ്ടന്റ് ഉള്ള, അതായത് വെള്ളത്തിന്റെ അളവ് കൂടുതലുള്ള ഫ്രൂട്ട്സുകൾ ഇതിൽ ഉപയോഗിക്കാനും കൂടെ ശ്രദ്ധിക്കുക. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടിപ്പായിട്ട് ഈ ഫിഷർ രോഗികൾക്ക് പറഞ്ഞു കൊടുക്കാറുള്ളത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളെ ഭക്ഷണ കാര്യങ്ങളായ തന്നെ സമയത്ത് കഴിക്കാൻ ശ്രദ്ധിക്കുക. പലരും സമയം തെറ്റി വളരെ വൈകിട്ടൊക്കെയാണ് കഴിക്കാറുള്ളത്. അപ്പം നമ്മൾ ഈ ഒരു മലബന്ധം വരാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മുടെ ദഹന വ്യവസ്ഥ ഒന്നും കൂടെ സ്ലോ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ സമയത്ത് ഭക്ഷണം കഴിക്കുക. അതോടൊപ്പം കരിച്ചത് പൊരിച്ചത് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കുക. ഫിഷറുള്ള ആളുകൾ പലപ്പോഴും ട്രീറ്റ്മെന്റ് എടുക്കാൻ വരുന്ന ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഡോക്ടറെ ഇതിന് വല്ല പഥ്യങ്ങളും ഉണ്ടോ എന്നുള്ളത്. പഥ്യങ്ങളല്ല ഈ ഒരു രോഗത്തിന് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളുടെ ഈ ഒരു രോഗാവസ്ഥ കൂടാതിരിക്കാനുള്ള ഭക്ഷണ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു കൊടുക്കാറുള്ളത്.
പലപ്പോഴും പല ആളുകളും പ്രത്യേകിച്ച് ഒരു യങ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രായം കുറഞ്ഞ ആളുകൾക്കൊക്കെ ഈ ഫിഷർ വരുമ്പോൾ ഇനി എല്ലാം ഒഴിവാക്കേണ്ടി വരുമോ എന്നുള്ളൊരു പേടിയാണ്, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടാണ് അവർക്ക് പലപ്പോഴും കാണാറുള്ളത്. മരുന്ന് കുടിക്കുന്നതല്ല അവർക്ക് പ്രശ്നമുള്ളത്, പലപ്പോഴും ഈ ഒരു ഭക്ഷണ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇത്തരം ആളുകൾ മുഴുവനായിട്ട് ഒഴിവാക്കാൻ നമ്മൾ തീരെ പറഞ്ഞു കൊടുക്കാറില്ല. നമ്മൾ പറയുന്നത് നോൺ വെജ് കഴിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾ കറി വെച്ച് കഴിക്കുക, അധികം മസാല ഇല്ലാതെ കുരുമുളക്, മല്ലിപ്പൊടി, മുളക് പൊടിയൊക്കെ അധികം ഉപയോഗിക്കാത്ത രീതിയിൽ ലൈറ്റ് ആയിട്ടുള്ള മസാലകൾ മാത്രം ചേർത്ത് കറിയായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ, ചിക്കനോ മീനോ കഴിക്കുകയാണെങ്കിൽ യാതൊരു പ്രശ്നവും ഇല്ല. അതൊരളവിൽ കൂടുതൽ കഴിക്കാതിരിക്കുക. പലപ്പോഴും നമ്മൾ റെഡ് മീറ്റ് അടങ്ങിയിട്ടുള്ള ബീഫ്, മട്ടനൊക്കെയാണ് പല ആളുകളും കഴിച്ചു വരുന്നത്. ചിക്കൻ ഒഴിവാക്കും, പക്ഷെ അതിന് പകരം ബീഫും മട്ടനൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ റെഡ് മീറ്റ് ആണ് നമുക്ക് ഈ ഒരു ഫിഷറിന്റെ വിഷയത്തിൽ ബുദ്ധിമുട്ട് അധികം ഉണ്ടാക്കുക. ചിക്കനോ മീനോ നമുക്ക് 1-2 പീസ് കഴിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവും. ബീഫ്, മട്ടന്, അതുപോലെ തന്നെ പോർക്ക്, അതുപോലെ താറാവിറച്ചി, റെഡ് മീറ്റ് ഐറ്റംസ് അടങ്ങിയിട്ടുള്ള ഇത്തരം ഇറച്ചി വിഭാഗത്തിൽപ്പെട്ട കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. അത് തന്നെ എണ്ണയിൽ വറുത്തെടുത്ത കാര്യങ്ങൾ, കരിച്ചത്, പൊരിച്ചത്, മസാല അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നതാണ് ഈ ഒരു ആളുകൾക്ക് ഏറ്റവും കൂടുതൽ നല്ലത്. അതുപോലെ തന്നെ ഫിഷറുള്ള ആളുകൾ ചോദിക്കുന്ന മറ്റൊരു സംശയമാണ്, ഡോക്ടർ താറാവ് ഇറച്ചിയും താറാവ് മുട്ടയൊക്കെ സ്ഥിരമായിട്ട് കഴിക്കാൻ പറ്റുമോ എന്നുള്ളത്. ഈ ഒരു അസുഖത്തിന് പ്രത്യേകിച്ച് പൈൽസ് ആയിക്കോട്ടെ, ഫിഷർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫിസ്റ്റുല ആയിക്കോട്ടെ, താറാവ് ഇറച്ചി അല്ലെങ്കിൽ താറാവ് മുട്ടയൊന്നും ഡെയിലി കഴിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അതായാലും കൂടുതലും നമുക്ക് മലബന്ധം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ മുട്ട എന്ന് പറയുന്നത്. അപ്പൊ ഡെയിലി കഴിക്കാതിരിക്കുക. നമുക്ക് ആഴ്ചയിൽ ഒരു തവണ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ കഴിക്കുന്നതുകൊണ്ട് തെറ്റില്ല. ഡെയിലി ഇത്തരം ഭക്ഷണ പദാർത്ഥങ്ങൾ ഡെയിലി കൂടുതലായിട്ട് ഉപയോഗിക്കാതിരിക്കുക. എല്ലാം ഒരു പാകത്തിന് കുറച്ച് എമൗണ്ടിൽ മസാലകൾ കുറച്ച് കറി വെച്ച് കഴിക്കുകയാണെങ്കിൽ നോൺ വെജും ഇത്തരം രോഗികൾക്ക് കുറച്ച് ഉപയോഗിച്ച് കൊണ്ടുപോകാൻ പറ്റും. ഇതാണ് നിങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതുപോലെ തന്നെ ഫൈബർ കണ്ടന്റ് ഉള്ള, നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഈ ഫൈബർ കണ്ടന്റ് ഉള്ള പച്ചക്കറികളും ഫ്രൂട്ട്സുകളും നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഈ മലത്തിലേക്ക് വെള്ളത്തിന്റെ അംശം കൂടുതലായിട്ട് വരികയും മലം പെട്ടെന്ന് ക്ലിയർ ആയി പോവാനും അത് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. ഫൈബർ കണ്ടന്റ് ഉള്ള പല പൗഡറുകളും പല ഡോക്ടേഴ്സും നമുക്ക് നിർദ്ദേശിച്ചിട്ടുണ്ടാവും. അത് ഉപയോഗിക്കുന്നവർക്ക് അത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ അത് ഉപയോഗിക്കാൻ കഴിയാത്തവർക്ക് നിങ്ങളെ വീട്ടിലുള്ള പച്ചക്കറികളും ഫ്രൂട്ട്സുകളൊക്കെ ധാരാളം കഴിക്കാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് വെള്ളത്തിന്റെ കണ്ടന്റ് കൂടുതലുള്ള ഫ്രൂട്ട്സുകൾ, തണ്ണിമത്തൻ പോലെയല്ല, അല്ലെങ്കിൽ ഓറഞ്ച്, മുസമ്പി പോലെയുള്ള ഫ്രൂട്ട്സുകൾ നിങ്ങൾക്ക് ധാരാളം ഉപയോഗിക്കാം. മുന്തിരി പോലെയുള്ള ഫ്രൂട്ട്സുകൾ ഉപയോഗിക്കാം. ഇത്തരം ഫ്രൂട്ട്സുകളും പച്ചക്കറികളും നമ്മുടെ ഡയറ്റിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. നമ്മൾ സാധാരണ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ഒരു പ്ലേറ്റ് ചോറ് എടുക്കും, അതിലൊരു ഇച്ചിരി ഉപ്പേരി അല്ലെങ്കിൽ ഇച്ചിരി ബാക്കി നോൺ വെജ് ഐറ്റംസ് അങ്ങനെയാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഈ ഒരു പ്ലേറ്റിനെ നമ്മൾ 4-1 ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഭാഗം മാത്രം ചോറാക്കാനും മറ്റുള്ള 3 ഭാഗങ്ങളിൽ പച്ചക്കറി, അതുപോലെ തന്നെ നോൺ വെജ് ആയിട്ടുള്ള മീനോ ചിക്കൻ്റെ ഒരു പീസോ അങ്ങനെ കഴിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൂട്ട്സുകളും കൂടെ അല്ലെങ്കിൽ സാലഡും കൂടെ ഉൾപ്പെടുത്തിയിട്ട് ഒരു ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഫിഷർ രോഗം വരാതിരിക്കാനും വന്നത് കൂടാതിരിക്കാനും അത് ഒരുപാട് സഹായിക്കുന്നുണ്ട്. കാരണം പലപ്പോഴും ഫിഷർ ഉള്ള ആളുകൾക്ക് പലപ്പോഴും ഡോക്ടേഴ്സൊക്കെ നിർദ്ദേശിച്ചു കൊടുക്കുന്നുണ്ടാവുക മലം ഒന്ന് ലൂസായി പോകാനുള്ള ലാക്സേറ്റീവ് ആയിട്ടും കൊടുക്കുന്നുണ്ടാവുക. മലം നല്ലപോലെ ലൂസായി പോവും, 2, 3, 4 തവണ പോയി അവിടെ ഒന്നും കൂടെ ഫിഷർ രോഗം കൂടാനുള്ള ചാൻസ് ഉണ്ട്. ഒരുപാട് പൊട്ടലുകളും വിള്ളലുകളും വീണ്ടും വരാനും അവിടെ ഒരതി ഇറിറ്റേഷൻ വന്ന് ബുദ്ധിമുട്ട് കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഇതിന് ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാലും യാതൊരു റിസൾട്ടും ഒരുപാട് രോഗികൾക്ക് കിട്ടാത്തത്. അപ്പം അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ മലം ലൂസായി പോകാനുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഭക്ഷണ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. അത് അങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോർമൽ രീതിയിൽ മലം പോവാനും ലൂസായി പോവാതിരിക്കാനും അത് വളരെയധികം സഹായിക്കുന്നുണ്ട്. അതോടൊപ്പം ഞങ്ങൾ ഇത്തരം കേസുകളിൽ ചെയ്യുന്നത് ഫിഷർ എന്ന ആ ഒരു മുറിവ് അല്ലെങ്കിൽ പൊട്ടൽ ഉണങ്ങാനുള്ള അല്ലെങ്കിൽ പെട്ടെന്ന് മുറിവ് ഉണക്കാനുള്ള രീതിക്കുള്ള മരുന്നുകളാണ് ഇത്തരം കേസുകളിൽ കൊടുക്കുന്നത്. മലം ലൂസായി പോവാനുള്ള മരുന്നുകളല്ല ഇത്തരം കേസുകളിൽ നമ്മൾ കൊടുക്കാറുള്ളത്. ആ മുറിവ് ഉണങ്ങാനും ഫിഷർ എന്ന രോഗാവസ്ഥ വരാതിരിക്കാനുള്ള കാര്യങ്ങളാണ് ഇത്തരം മരുന്നുകളിലൂടെ നമ്മൾ കൊടുക്കാറുള്ളത്. ആ മുറിവ് ഉണങ്ങിയാൽ മാത്രമേ നമുക്ക് മലം ഒന്ന് ക്ലിയർ ആയിട്ട് പോകാനൊക്കെ അത് വളരെയധികം സഹായിക്കുള്ളൂ. കാരണം നമുക്കറിയാം, ഒരു മുറിവുള്ള ഏരിയയിലൂടെ മലം വീണ്ടും പോകുമ്പോൾ അവിടെ വീണ്ടും ഇറിറ്റേഷൻ വന്ന് കൂടുകയാണ് ചെയ്യുക. പക്ഷെ മുറിവ് ഉണങ്ങി കഴിഞ്ഞാൽ അവിടുത്തെ മസിൽസ് ഒന്ന്
വികസിക്കുകയും നല്ല ലൂസായിട്ട് മലം പോവാനും അത് സഹായിക്കും. അപ്പൊ ആ മസിൽസിന്റെ ഭാഗത്ത്, പ്രത്യേകിച്ച് മലദ്വാരത്തിന്റെ ഭാഗത്തൊക്കെ വിള്ളലുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ വിള്ളലുകൾ ഉണക്കാനുള്ള രീതിക്ക് മരുന്നുകൾ നിങ്ങൾ കൃത്യമായിട്ട് കഴിക്കുക. ഇത്തരം കേസുകളിൽ നമ്മൾ ചെയ്യുന്നത് രോഗിയുടെ എല്ലാ ലക്ഷണങ്ങളും നോക്കും. ഇത്തരം ഫിഷറിന്റെ രോഗാവസ്ഥയിലുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ മറ്റ് ഇത്തരം രോഗാവസ്ഥയിലേക്ക് നയിക്കുന്ന മറ്റു കാരണങ്ങളും കൂടെ കൃത്യമായിട്ട് കണക്കിലെടുത്തുകൊണ്ട് അവർക്ക് അനുയോജ്യമായിട്ടുള്ള മരുന്നുകളാണ് നമ്മൾ കൊടുക്കുന്നത്. മിക്കവാറും ഇത്തരം കേസുകളിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും യൂറോപ്യൻ സോഫ്റ്റ്വെയറിന്റെയൊക്കെ സഹായം കൂടെ തേടാറുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം രോഗികളുടെ കൃത്യമായിട്ടുള്ള രോഗനിർണയം നടത്തി വരുന്നുണ്ട്. പല രോഗികളിലും ഫിഷർ, ഫിസ്റ്റുല, അതിൽ പൈൽസ് ഒക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി പോവാറുണ്ട് പല രോഗികൾക്കും. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് നമ്മൾ രോഗനിർണയം നടത്തും. ഫിഷർ ആണോ പൈൽസ് ആണോ എന്ന് കൃത്യമായിട്ട് ഉറപ്പിക്കും. ചില കേസുകളിൽ രണ്ടും ഒരുമിച്ച് കാണാറുണ്ട്, ഫിഷറും പൈൽസും ഒരുമിച്ച് ഇത്തരം രോഗികളിൽ കാണാറുണ്ട്. അപ്പൊ അത് കൃത്യമായിട്ട് രോഗനിർണയം നടത്തിക്കൊണ്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് നമ്മൾ ചെയ്തു വരുന്നത്. ഇതോടൊപ്പം കൃത്യമായിട്ട് ഓരോ രോഗിക്കും നമ്മൾ ഡയറ്റ് ചാർട്ടും കൂടെ കൊടുക്കാറുണ്ട്. അവരുടെ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട് ഡയറ്റ് ചാർട്ട് കൊടുക്കാറുണ്ട്. അതോടൊപ്പം രോഗികൾ ശ്രദ്ധിക്കേണ്ട നമ്മളെ ചെറിയ ചെറിയ കാര്യങ്ങൾ, പ്രത്യേകിച്ച് സിറ്റ്സ് ബാത്ത് പോലെയുള്ള കാര്യങ്ങൾ, ഒരു വട്ടപാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിൽ ഇളം ചുടുവെള്ളം എടുത്ത് കല്ലുപ്പിട്ടിട്ട് ഇത്തരം ഫിഷർ രോഗികൾ മലദ്വാരം മുങ്ങുന്ന രീതിക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ആ ഫിഷർ ഉണങ്ങാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇത്തരം നമുക്ക് മരുന്നുകളോടൊപ്പം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളും കൂടെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ നിങ്ങൾക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. അതുപോലെ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. പല സ്ത്രീകളും ഈ ഒരു രോഗം പുറത്ത് പറയാൻ മടിക്കുന്നവരാണ്. അതായത് ഫിഷർ ആയിക്കോട്ടെ, പൈൽസ് ആയിക്കോട്ടെ, മലദ്വാരവുമായി ബന്ധപ്പെട്ടുള്ള പല ബുദ്ധിമുട്ടുകളും പല ആളുകളും പുറത്ത് പറയാറില്ല. സ്വന്തം ഭർത്താവിനോട് പോലും പറയാൻ മടിക്കുന്ന ആളുകൾ നമ്മൾ കാണാറുണ്ട്. അപ്പൊ അത്തരം ആളുകളൊക്കെ ഇത് ഒരുപാട് മോശിച്ചിട്ടായിരിക്കും ഈ ഒരു രോഗാവസ്ഥയുമായിട്ട് ഡോക്ടറെ അടുത്ത് സമീപിക്കുന്നുണ്ടാവുക. അപ്പൊ അത്തരം ആളുകൾക്കൊക്കെ പ്രത്യേകിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ മടിയുള്ള അല്ലെങ്കിൽ പുറത്ത് പറയാൻ മടി കാണിക്കുന്ന പല സ്ത്രീകൾക്കും നമ്മൾ ഓൺലൈനായിട്ട് ഒരുപാട് കൺസൾട്ടേഷൻ സൗകര്യം കൊടുത്തു വരുന്നുണ്ട്. അതിലൂടെ ഒരുപാട് രോഗികൾ ഈ ഫിഷറുമായി ബന്ധപ്പെട്ടുള്ള രോഗാവസ്ഥകൾ നമ്മളോട് പറയാറുണ്ട്. അപ്പൊ ഈ ഒരു രോഗാവസ്ഥയുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ കൺസൾട്ടേഷനും കൂടെ ഉപയോഗപ്പെടുത്താം. ഫോൺ വഴി കൃത്യമായിട്ട് ഡീറ്റെയിൽസ് ചോദിച്ചറിഞ്ഞ് അതിനനുസരിച്ചുള്ള മരുന്നുകൾ അയച്ചു കൊടുക്കുന്ന സംവിധാനവും ലഭ്യമാണ്. നേരിട്ട് വരേണ്ടവർക്ക് നിങ്ങൾക്ക് നേരിട്ട് വന്ന് പരിശോധന നടത്താം. കൃത്യമായിട്ട് നോക്കിയിട്ട് മാത്രമേ നമ്മൾ അതിനനുസരിച്ചുള്ള മരുന്നുകൾ കൊടുക്കുകയുള്ളൂ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യാം. സ്നേഹത്തോടെ ഡോക്ടർ ഷഹല CH, ഡോക്ടർ ബാസിൽ സോമ്യ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, നടക്കാവ്, കോഴിക്കോട് ജില്ല.